കഴിഞ്ഞ ദിവസം മരണത്തിലേക്ക് പോയ സാബിറിൻ്റെ മരണം വല്ലാത്തൊരു ദുരന്തമായിരുന്നു. എല്ലാ മരണങ്ങളും നമ്മളെ വേദനിപ്പിക്കും. വിനോദയാത്രയ്ക്ക് പോയതായിരുന്നു സാബിർ. വടകര സ്വദേശിയായ സാബിറും കൂട്ടുകാരന്മാരും കൂടിയാണ് വിനോദയാത്രയ്ക്ക് പോയത്. എന്നാൽ സാബിർ മരിച്ചത് മലന്തേനീച്ചകളാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. പല ആക്രമണങ്ങളും നമ്മൾ പൊതുവായി കേൾക്കുന്നതാണ്. പാമ്പ് കടിച്ചു മരിച്ചു, അല്ലെങ്കിൽ മറ്റു പല ആക്രമണങ്ങളും. എന്നാൽ കടന്നൽ കുത്തി മരിച്ചു, തേനീച്ചകൾ കുത്തിമരിച്ചു എന്നുള്ളത് നമ്മൾ വിരലിൽ എണ്ണാവുന്ന സംഭവങ്ങളെ നമ്മൾ കൂടുതലായിട്ട് കേട്ടിട്ടുള്ളൂ. ഊട്ടിയിലേക്ക് പോയതാണ് സാബിർ വിനോദയാത്രയ്ക്ക്. അപ്പോൾ സാബിർ മരിച്ചു കിടക്കുന്ന ഫോട്ടോ കണ്ടപ്പോൾ സാബിറിൻ്റെ ദേഹത്ത് മുഴുവനും ഈ കടന്നൽ കുത്താത്ത ഒരു ഇഞ്ച് സ്ഥലമില്ലാത്തതുപോലെ സാബിറിനെ ആക്രമിച്ചിരിക്കുന്നു. പക്ഷേ പലരും ചിന്തിക്കും, തേനീച്ചകൾ കുത്തി അല്ലെ കടന്നൽ കുത്തിയിട്ട് ആളുകൾ മരിക്കുമെന്ന്. ശരിക്കും അതൊരു വല്ലാത്ത ആക്രമണമായിരിക്കും. അവരുടെ കൂട് നമ്മൾ ഇളക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പറന്ന് എവിടെയൊക്കെയാണ് കുത്തുന്നതെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഓടി രക്ഷപ്പെടാൻ പോലും പറ്റില്ല. ഇതിനെ ശരിക്കും പറയുന്നത് തീ വെച്ചിട്ട് കൊല്ലണം എന്നാണ്. ആ കൂടിനെ തന്നെ എന്തെങ്കിലും നമ്മൾ പേപ്പറോ അല്ലെങ്കിൽ ഓലയുടെ ഇതൊക്കെ എടുത്തിട്ട് തീ വെച്ചിട്ട് അതിനെ നശിപ്പിക്കണം എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ഉണ്ടായത്, സാബിർ മലയുടെ താഴ്ഭാഗത്ത് ചെന്നപ്പോൾ തന്നെ കുറച്ച് തേനീച്ചകളൊക്കെ വന്നിട്ടുണ്ടായി. പക്ഷേ സാബിർ അത് കാര്യമാക്കിയിട്ടില്ല എന്നാണ് പറയുന്നത്. കുറച്ച് കൂടുതലായിട്ട് കണ്ടപ്പോൾ സാബിർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഷർട്ട് ഊരിയിട്ട് വീശി. സാബിർ ചിന്തിച്ചിട്ടുണ്ടാവുന്ന, നമ്മൾ പലതും ഇങ്ങനെ വീശുമ്പോൾ പ്രാണികളും തേനീച്ചകളൊക്കെ അല്ലേ, അതങ്ങോട്ട് പോവുമെന്നാണ് സാബിർ ചിന്തിച്ചിട്ടുണ്ടാവുന്നത്. പക്ഷേ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലെന്നാണ് പറയുന്നത്. അങ്ങനെ ഷർട്ട് ഊരി അല്ലെങ്കിൽ എന്തിനെ കൊണ്ടെങ്കിലും നമ്മളതിനെ വീശുമോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ കടന്നലുകൾ അവരെ ആക്രമിക്കുകയാണെന്ന് വിചാരിച്ചിട്ട് അവർ കൂടുതൽ നമ്മളെ ആക്രമിക്കാൻ മുതിരും. അതോടുകൂടി തന്നെ കടന്നലുകൾ സാബിറിനെ വളഞ്ഞിട്ട് കുത്തി. സാബിറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരന്മാരെയും ഒക്കെ കുത്തി. പക്ഷേ അവരൊക്കെ ഓടി രക്ഷപ്പെട്ടു. പക്ഷേ സാബിറിന് ഓടി രക്ഷപ്പെടാൻ പറ്റിയില്ല. വിദഗ്ധർ പറയുന്നത് കേരളത്തിൽ കണ്ടുവരുന്ന 4 തരം തേനീച്ചകളാണ്. അതിൽ മലം തേനീച്ചകളാണ് ഏറ്റവും അപകടകാരികൾ. ഈ അപകടകാരിയായ മലം തേനീച്ചകളാണ് സാബിറിനെ ആക്രമിച്ചത്. എല്ലാ കടന്നലുകളും വല്ലാത്ത ആക്രമണ സ്വഭാവം കാണിക്കുന്നത് തന്നെയാണ്. നമ്മൾ അറിയാതെയാണെങ്കിലും ഇനി അറിഞ്ഞാണെങ്കിലും ഇവരുടെ കൂടിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതിന് ചുറ്റുമുള്ള എല്ലാവരെയും ഈ കടന്നലുകളും അല്ലെങ്കിൽ ഈ തേനീച്ചകൾ ആക്രമിക്കും. നമ്മളെ പൊതിഞ്ഞ് കടന്നലുകൾ കുത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അവ 1 2 അല്ലല്ലോ, കൂട് കടന്ന കൂട്ടത്തിന് കല്ലെറിഞ്ഞ പോലെ നമ്മൾ കേട്ടിട്ടില്ലേ. അപ്പോൾ അതുപോലെ വന്നിട്ട് നമ്മളെ പൊതിയും. വിദഗ്ധർ പറയുന്നത് കടന്നലിൻ്റെയും തേനീച്ചയുടെയും ആക്രമണത്തിൽ വ്യത്യാസമുണ്ട്. തേനീച്ചകൾ കുത്തുമ്പോൾ അവയുടെ സ്റ്റിങ്, അതായത് കൊമ്പ് നമ്മുടെ ശരീരത്തിൽ ഒടിഞ്ഞിട്ടാണ് കയറുന്നത്. ഈ പരുന്തും പക്ഷികളൊക്കെ കടന്നൽക്കൂടിനെയും തേനീച്ചക്കൂടിനെയും ഒക്കെ കൊത്തിയിട്ട് അങ്ങ് പറന്നു പോകുമല്ലോ. പക്ഷേ അപ്പോൾ കടന്നലുകളൊക്കെ ഇളകിക്കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റുമുള്ള ആരായാലും മൃഗങ്ങളായാലും മനുഷ്യരായാലും അവരെയാണ് ഈ കടന്നലുകളായാലും തേനീച്ചകളായാലും ആക്രമിക്കുക. അതൊരു ഭീകരമായ ഒരു ആക്രമണം തന്നെയായിരിക്കും. ഏതായാലും സാബിറിനെ ഈ കടന്നൽക്കൂട്ടങ്ങൾ അല്ലെങ്കിൽ മലന്തേനീച്ചകൾ ആക്രമിച്ചപ്പോൾ സാബിറിന് ഓടി രക്ഷപ്പെടാൻ പറ്റിയില്ല. കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരൊക്കെ ഓടി രക്ഷപ്പെട്ടു. കാരണം സാബിറിന് ഒന്നിലധികം കുത്ത് കിട്ടിയപ്പോൾ പ്രതിരോധശേഷി താളം തെറ്റിപ്പോയിട്ടുണ്ടാവും. അതല്ല എങ്കിൽ തലകറക്കം, ഇത് കുത്തിക്കഴിഞ്ഞാൽ തലകറക്കം, ബോധക്ഷയം, ഛർദി ഇവയൊക്കെ ആയിരിക്കും വരുന്നത്. പിന്നെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി നഷ്ടപ്പെടും. പിന്നെ രക്തസമ്മർദ്ദം കൂടും. അപ്പോൾ തന്നെ ശ്വാസതടസ്സം നമുക്ക് നേരിടും. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ പിന്നെ മനുഷ്യൻ്റെ അവസ്ഥ പറയണ്ടല്ലോ. കൂട്ടത്തോടെ കടന്നലുകളും തേനീച്ചകളും ആക്രമിച്ചാൽ മരണം മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മനുഷ്യന് ഒരിക്കലും കഴിയില്ല. കുറച്ച് കടന്നലുകൾ കുത്താൻ തുടങ്ങുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ രക്തസമ്മർദ്ദം കൂടുകയും ശ്വാസതടസ്സം അനുഭവപ്പെടുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ മനുഷ്യരവിടെ വീഴും. ഏതെങ്കിലും കാട്ടിലൊക്കെയാണല്ലോ നമ്മൾ പോകുമ്പോഴിങ്ങനെയുള്ള കടന്നലുകളുടെ കുത്തൊക്കെ ഏൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഓടി രക്ഷപ്പെടാൻ ഒരിക്കലും കഴിയില്ല. അങ്ങനെയാണ് സാബിറിന് മരണത്തിലേക്ക് പോവേണ്ടി വന്നത്. ഏതായാലും ഇങ്ങനെയുള്ള ന്യൂസുകളൊക്കെ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ, യാത്രകൾ പോകുമ്പോൾ നമ്മളിതുപോലെ അപകടകരമായ സ്ഥലങ്ങളിലൊക്കെ വളരെയധികം ശ്രദ്ധിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. കാരണം പോകുന്ന സ്ഥലത്തിൻ്റെ ചുറ്റുപാടുകൾ, അതായത് ഇതുപോലെ വെള്ളച്ചാട്ടങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ ആക്രമണാസക്തമായ സംഭവങ്ങൾ, പാമ്പായാലും ശരി അല്ലെങ്കിൽ കടന്നലുകളായാലും ശരി, നമ്മൾ ആ വിനോദയാത്രയുടെ ത്രില്ലിൽ ഇതൊന്നും നോക്കാതെ പോകും. യുവാക്കൾക്കൊക്കെ വല്ലാത്തൊരു ഹരമായിരിക്കും ഇതുപോലുള്ള യാത്രകൾ പോകുമ്പോൾ. വണ്ടിയിലാണെങ്കിൽ വണ്ടി പറപ്പിച്ച് വിടുക, കാറായാലും ബൈക്കായാലും പറപ്പിച്ച് വിട്ടു പോവുക. അതുപോലെ വെള്ളച്ചാട്ടത്തിലേക്കൊക്കെ എന്താണ് അതിന് അപകടകരമായ ഒരു അവസ്ഥയാണെന്ന് പോലും നോക്കാതെ അതിലേക്ക് എടുത്ത് ചാടുക. നമ്മൾ ഒരുപാട് ഇതുപോലുള്ള ദുരന്തങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ. ഈ ഒരു കടന്നലിൻ്റെ ആക്രമണമൊക്കെ കുറച്ചേ നമ്മൾ കേൾക്കുന്നുള്ളൂ എങ്കിലും
ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ കുട്ടികൾ, യുവാക്കൾ, യുവതി ആരായാലും ശരി ശ്രദ്ധിച്ചിട്ട് അതിൻ്റെ ചുറ്റുപാടുകളൊക്കെ ശ്രദ്ധിച്ചിട്ടേ യാത്ര പോകുമ്പോൾ നമ്മളങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. കാരണം നമ്മളൊരു ആസ്വാദനത്തിന് വേണ്ടിയാണ് പോകുന്നത്. പക്ഷേ നമ്മുടെ ജീവൻ പണയം വെച്ചിട്ട് നമ്മളിങ്ങനെയുള്ളൊരു ആസ്വാദനം വേണോ? അല്ലേ? കാരണം ഇങ്ങനെയുള്ള വെള്ളച്ചാട്ടത്തിലോട്ട് എടുത്ത് ചാടിയാൽ, അല്ലെ ഇതുപോലുള്ള വല്ലാത്ത കാടുകളിലേക്കൊക്കെ ഇറങ്ങി അല്ലെങ്കിൽ മലയുടെ മുകളിലൊക്കെ നമ്മൾ പോയിട്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിനൊരു ഗ്യാരണ്ടി ഇല്ലാത്തതുപോലെ ജീവൻ പണയം വെച്ചിട്ടാണ് ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോകുന്നത്. അങ്ങനെ ആസ്വദിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് മടങ്ങി വീട്ടിലേക്ക് പോകാൻ പറ്റുമോ എന്ന് ഇന്നത്തെ യുവാക്കളൊക്കെ ചിന്തിക്കണം. നമ്മളെ കാത്ത് നമ്മുടെ പ്രിയപ്പെട്ടവർ വീട്ടിലുണ്ട്. അതുകൊണ്ട് ഇത്രയും ആരായാലും ഇനി ഫാമിലി ആയ പോകുന്നതെങ്കിലും നമ്മുടെ ചുറ്റുപാടുകളൊക്കെ നോക്കി വളരെ നമ്മൾ ശ്രദ്ധിച്ച് അപകടങ്ങളൊന്നുമില്ല എന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഇതുപോലുള്ള ഓരോ യാത്രകളും നമ്മൾ തിരഞ്ഞെടുക്കാൻ. വളരെ സന്തോഷത്തോടു കൂടി പോയ യാത്രയിൽ മടങ്ങി വരാത്തത്ര ദൂരത്തോട്ട് പോയ സാബറിൻ്റെ കുടുംബത്തിന് ക്ഷമ കൊടുക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.